എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത്, ഞാൻ യൂട്യൂബ് ചാനലാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രാവശ്യത്തെ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചേർന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ല, ഇന്നലെ ഞാൻ കയറിയിരുന്നു. കൂടാതെ 2020 മെഡിറ്റേഷനും കയറിയിരുന്നു. 2020 മെഡിറ്റേഷനിലെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയാനായിട്ട്, എനിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. എന്തെങ്കിലും നിസ്സാര കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങ് ചങ്കിടിപ്പം തുടങ്ങും, തലയെല്ലാം അങ്ങ് മരവിച്ച് കയറുന്നത് പോലെയും, പിന്നെ ശരീരമൊക്കെ അങ്ങ് ഡൗൺ ആവും. ആ ഒരു ഇതിലായിരുന്നു ഞാൻ മിക്ക ദിവസങ്ങളിലും. അങ്ങനെ ചില ദിവസം മാത്രമേ ഉള്ളൂ ഞാനൊരു പോസിറ്റീവ് എനർജി നടക്കുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇതേ ഒരു കണ്ടീഷനിലായിരുന്നു. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുന്നു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ അങ്ങ് അറ്റം വരെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരിതായിരുന്നു. എന്തായാലും ഇന്നലത്തെ മെഡിറ്റേഷനിലും ഫുൾ മൂൺ മെഡിറ്റേഷനിലും 2020 മെഡിറ്റേഷനും കഴിഞ്ഞതിന് ശേഷവും എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. 2020 മെഡിറ്റേഷൻ കയറിയ ശേഷം ഞാൻ വൈകിട്ടെന്നും ഞാൻ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ മനസ്സിനെ എനിക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകളൊക്കെ ഏകദേശം ഒരു 95% എനിക്ക് നീങ്ങിക്കിട്ടിയിട്ടുണ്ട്, മാറിക്കിട്ടിയിട്ടുണ്ട്. ഇന്നലെയാണെങ്കിലും നല്ലൊരു അനുഭവം ഉണ്ടായി. നാക്കിൻ്റെ തുമ്പ് മുതൽ കൈയും കാലിലൊക്കെ ഇങ്ങനെ വെരുത്ത് കയറുന്ന പോലെ ഉണ്ടായി. അത് 2020 മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് അതേ ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. നാവിൻ്റെ തുമ്പത്തൊന്നും കൈയും കാലിലൊക്കെ ഇങ്ങനെ വെരുത്ത് കയറുന്ന പോലെ, ഒരു മരവിച്ച് കയറുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഇന്നലെ അത് തന്നെ എനിക്ക് തോന്നി, ആ അനുഭവം തന്നെ. പക്ഷേ മനസ്സിൽ നിന്ന് എന്തോക്കെ അങ്ങ് പുറത്തേക്ക് പോയ പോലെ, എന്തോ ഒരു ഭാരം അങ്ങ് നീങ്ങിപ്പോയതുപോലെ, തലയ്ക്കകത്ത് നിന്നും ഉള്ളിൽ നിന്നൊക്കെ അങ്ങ് പോയ പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറ്റങ്ങളുണ്ട് എനിക്ക്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇന്നലെ ആണെങ്കിലും മ്യൂസിക് ഇട്ടിരുന്ന സമയത്ത് മനസ്സൊക്കെ അങ്ങ് എന്തോ ഒരു സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞ പോലുള്ളൊരു അനുഭവം തന്നെയായിരുന്നു എനിക്കുണ്ടായത്. ഇന്നും ഞാൻ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, സാറിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.